മംഗൽപാടി പഞ്ചായത്ത് 2-ാം വാർഡിൽ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അഷ്റഫ് പച്ചിലമ്പാറയുടെ വീടിനു നേരെ അക്രമം നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ 5 പേർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. അഷ്റഫിന്റെ മകൾ ഫാത്തിമത്ത് സൈലിയുടെ പരാതി പ്രകാരം മസ്കൂൾ മഷൂഖ്, KS മൂസ, KS സത്താർ, മോണി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വോട്ടെണ്ണൽ ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വീടിന് നേരെ കല്ലും പടക്കവും എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. അക്രമത്തിൽ പരാതിക്കാരിയും മാതാവ് അവ്വാബിക്കും സഹോദരി അമീറയ്ക്കും പരിക്കേറ്റിരുന്നു. ഞങ്ങളുടെ ഉള്ളിലുണ്ടായി, ഞങ്ങൾ ഉറങ്ങിയുണ്ടായി. ബൈക്ക് റേസ് ആക്കിയിട്ടും അതാക്കിയിട്ട് സൗണ്ട് ഭയങ്കര നല്ലോണം സൗണ്ട് ആക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാനാണ് പോയത്. വീഡിയോ എടുക്കാൻ പോയിട്ടാകുമ്പോൾ ഞങ്ങൾ എന്തെല്ലോ വേണ്ടാത്ത വിളിച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പടക്കം പൊട്ടിക്കാൻ കാല അതായത് നിൻ്റെ ഉപ്പൻ്റെ റോഡാന്ന് ചോദിച്ചു. എന്നിട്ട് വെടക്ക് തെറി എന്തെല്ലോ തെറി വിളിച്ചു, എന്തെല്ലോ വിളിച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പടക്കം പൊട്ടിക്കാൻ കാല. അങ്ങനെ വന്നിട്ടാകുമ്പോൾ ആടുന്ന് എന്തെല്ലോ പറഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ ചാടാൻ വന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ട് വന്നു, ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ വീയാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കല്ലെടുത്തിട്ട് ഞങ്ങൾ എറിഞ്ഞു. അവരും ഞങ്ങളെ ഫസ്റ്റ് എന്താക്കി പടക്കം പൊട്ടിച്ച് കൈക്ക് തെറിപ്പിച്ച് പടക്കം കൈക്ക് പൊട്ടിച്ച് തെറിപ്പിച്ചിട്ടാകുമ്പോൾ കല്ല് ഞങ്ങൾ എറിഞ്ഞു. ഞങ്ങളുടെ മേലിലേക്ക് ഇങ്ങനെ എൻ്റെ ചേച്ചി ഗർഭിണിയായ ചേച്ചിയാണ്, അവള് വയറ്റിനെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി. എൻ്റെ മേളിലേക്ക് 5 പേര് ഒന്നിച്ച് വന്നിട്ട് ഇങ്ങനെ തള്ളി. 5 പേര് ഒന്നിച്ച് വന്നിട്ട് ഞങ്ങളെ സ്വയരക്ഷമാണ്, ഞങ്ങൾ ആരും അങ്ങോട്ട് പോയതല്ല, അവർ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞങ്ങളെടുത്ത് തല്ലാക്കിയത്. പച്ചിലമ്പാറയിലും ഷിരിയയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷ പ്രകടനത്തിനിടെ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം എതിർ സ്ഥാനാർത്ഥിയുടെ വീടിന് 100 മീറ്റർ ദൂരത്തായി ആഹ്ലാദ പ്രകടനം കടന്നുപോകുന്നതിനിടെ പടക്കം പൊട്ടിച്ചുവെന്നാരോപിച്ച് അഷ്റഫിന്റെ 2 പെൺമക്കൾ കല്ലെടുത്ത് പ്രകടനക്കാർക്ക് നേരെ എറിഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് UDF പ്രവർത്തകരുടെ ആരോപണം. പ്രകടനത്തിലെ ചിലർ തിരിച്ചും കല്ലെറിഞ്ഞു. അതിനിടെ മംഗൽപാടി പഞ്ചായത്തിലെ തന്നെ ഷിരിയ വാർഡിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി സിദ്ദിഖിന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ പരാജയപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയായ ഇക്ബാലിന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിട്ടതായും സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റതുമായാണ് UDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ കുമ്പള പോലീസും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.